കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരും കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്നൊന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴുക. അതോടൊപ്പം തന്നെ തൊഴുതിങ്ങനെ ഇറങ്ങുമ്പോൾ ആനന്ദശയനത്തിൻ്റെ രൂപം കാണാം. അത് കഴിഞ്ഞ് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കെടാവിളക്കൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ വലത് വശത്തെ ആ ഒരു തൂണും കാണാം. അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ കാഴ്ച വളരെ വിശേഷമായൊരു കാഴ്ചയാണ്. വളരെ രസമുള്ള കൗതുകകരമായ ഒരു കാഴ്ച. എങ്ങനെയാണെന്ന് വെച്ചാൽ 2 കാലും ഒക്കെ ഇങ്ങനെ ചമ്മണം പണിഞ്ഞിരിക്കുക. അപ്പോൾ ആ ചമ്മണം പണിഞ്ഞിരിക്കുന്ന ചെറിയൊരു ഉണ്ണിയാണ്. ആ ചമ്മണം പണിഞ്ഞിരിക്കുന്ന ആ ഉണ്ണിയുടെ കാൽത്തളകൾ കാണാണ്ട്, കാലിൻ്റെ മുകളിൽ ഇങ്ങനെ അതേപോലെ പട്ടുകോണകം എടുത്ത് കാണാണ്ട്, അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അരമണിയുടെ കൂടെ തന്നെ ആ പൊന്നോടക്കുഴൽ ഇങ്ങനെ അരയിൽ തിരുകി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, പിന്നെ ഒരു 3 ഗോപി തിലകം ഇങ്ങനെ വെച്ചിട്ടുണ്ട് മാല പോലെ. പിന്നെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. വലത്തെ കയ്യിൽ വെണ്ണുരുള ഉണ്ട്. ഇടത്തെ കയ്യിൽ ചെറിയൊരു വെണ്ണക്കൊട ചെറുതാ, അതൊന്ന് വാരിയെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു അങ്ങനെ കക്ഷത്ത് വെക്കുന്ന പോലെ ആണ്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് ഇങ്ങനെ താഴത്തായിട്ട്. അതിന്നിങ്ങനെ വാരിയിട്ട് ആ ചമ്മണം പണിഞ്ഞിരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ്. വളരെ സുഖമായിട്ടുള്ള ആ ഒരു കാഴ്ച. അപ്പോൾ അതിൻ്റെ ഒരു പുഞ്ചിരിയാണ് മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ ആ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. ഒക്കെ ഒരുക്കിയിട്ടൊക്കെ വെച്ചിട്ട് വെണ്ണൂറിലെ കൈ കൊടുത്തതാണ്. അപ്പോൾ വെണ്ണക്കൊട അടുത്തിരിക്കണത് അതെടുത്ത് കയ്യിലെടുത്തന്നാണ്. അങ്ങനെ തിരുമുടിമാല 2 എണ്ണമാണ്. വെളുത്ത പൂവ് തെച്ചി ഒരെണ്ണമായിട്ട്, പിന്നെ തെച്ചി തുളസിയും വെളുത്ത പൂവായിട്ട്. അതേപോലെ ഉണ്ടമാലയുണ്ട്. ഉണ്ടമാലയും 2 ഉണ്ടമാല ഉണ്ട്. അതും തെച്ചിയും തുളസിയും കൂടി ഉള്ളത് തന്നെ, വെളുത്ത പൂവുണ്ട് കുറച്ച്. അങ്ങനെ പിന്നെ വിധാനമായിട്ട് 3-4 എണ്ണം തുളസി മാലകളുണ്ട്. അങ്ങനെ വളരെ രസമായിട്ട് അങ്ങനെ കൗതുകത്തിൽ ഇങ്ങനെ ആ പൊന്നുണ്ണി അവിടെ നമുക്ക് ദർശനം നൽകുകയാണ്. നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ്. അപ്പോൾ എല്ലാവരും മനസ്സുകൊണ്ട് ആ ഗുരുവായൂരപ്പനെ അങ്ങനെ പ്രാർത്ഥിച്ചോളൂ. നന്നായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അങ്ങനെ അത് കഴിഞ്ഞാൽ അവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണൻ്റെ ചിത്രമൊക്കെ കണ്ട് തൊഴുത് നേരെ സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ വന്ന ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ഓദിക്കൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ ഇവിടെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക. സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ തൊട്ട് താഴേക്ക് നോക്കിയാൽ ഭീഷ്മരുടെ ശരശയ്യ അതൊക്കെ കണ്ട് അങ്ങനെ വന്ന് പിന്നീട് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴുത് അങ്ങനെ വന്ന് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ധാരാളം കുങ്കുമമുണ്ട്. അതേപോലെ ധാരാളം മാലകളുണ്ട്. വെറ്റിലമാലകളുണ്ട്. അതേപോലെ തെച്ചിമാലയൊക്കെ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം
ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ തൊഴുത് അവിടുന്ന് വരുമ്പോൾ നേരെ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് തൊട്ടടുത്തുള്ള താമരക്കണ്ണനെയും കണ്ട് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും കിടാവൾക്കൊക്കെ കണ്ട് തൊഴുത് നേരെ അടുത്ത ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ കുറൂരമ്മയും നാരദരും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദമൊക്കെ അവിടുന്ന് ചന്ദനവും തീർത്തും വാങ്ങി പിന്നീട് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ നമ്മുടെ അടുത്തേക്ക് എത്തിയ അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്നതായി സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് ദർശനം കിട്ടിയ പോലെയാവും. മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. പിന്നീട് നേരെ ആ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ചമ്രം മടിഞ്ഞിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ആ കിടാവിളക്ക് ഇരുന്ന് കത്തുന്ന കാണാം. അവിടെ ഒന്ന് തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടുന്ന് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ അന്നലക്ഷ്മി ഹാളിനൂടെ അതിലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നാരായണാലയത്തിലേക്ക് എത്തും. അവിടെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് നേരെ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് എത്തി ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെയും അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.